കൂട്ടുകാരെയും ജെഫോറെ ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, പൂക്കളൊക്കെ ഉണ്ട്. നമ്മൾ ആ പൂവിനെ കണ്ടാലുണ്ടല്ലോ നമുക്ക് അത്രയ്ക്കും ഇഷ്ടം തോന്നും കേട്ടോ. അപ്പോൾ ആ ഒരു ചെടി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നമ്മൾ ആ ഒരു ചെടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ ആ ചെടി എങ്ങനെ പാകണം, എങ്ങനെ മുളപ്പിക്കണം, ആ ചെടി എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് തരാനും ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഏതാണെന്ന് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്ന നമ്മുടെ ചെടിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലോക്സ് ചെടി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലോക്സ് ചെടീനെക്കുറിച്ച് എല്ലാവർക്കും അത്ര കറക്റ്റായിട്ട് അറിയണമെന്നില്ല. അപ്പം ഈ ഒരു ചെടീനെക്കുറിച്ചുള്ള നമ്മുടെ പൂക്കൾ കാണിക്കുമ്പം കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ, ഇതേത് പൂവാണ്, ഇത് എങ്ങനെയാണ് വളർത്തുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫ്ലോക്സ് ചെടീനെ നമുക്ക് എങ്ങനെ, ഇത് വിത്ത് പാകി മുളപ്പിക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വിത്തൊക്കെ പാകി മുളപ്പിച്ച് ഇതുപോലെ നല്ല ഭംഗിയുള്ള ചെടിയാക്കി എടുക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടി വളർത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്കിത് കൂടുതലും ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു മതിലേലാണ് വെച്ചിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് തൂങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ടാട്ടോ ഇതിൻ്റെ പൂക്കൾ നിൽക്കുന്നത് കണ്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിൽ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിലുണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതുണ്ടോ എന്ത് ഭംഗിയുള്ള ഫ്ലവറാണെന്നറിയാമോ. പിന്നെ ഇതിന് ഈ പറയുന്നത് പോലെ അത്ര വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകളാണ് കേട്ടോ നമ്മൾ പാകി മുളപ്പിച്ച് പുതിയ ചെടി ആക്കിയെടുക്കുന്നത്. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെ ഈ കാണുന്ന വെറൈറ്റീസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ സീഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റി. നമ്മുടെ വേറൊരു ഭാഗത്തായിട്ട് ഇതുപോലെ കുറേ ചെടികൾ ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെയാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ മുന്നേയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട്. അപ്പം അതുപോലെ ഇവിടെ ഹാങ് ചെയ്തിട്ടേക്കണതാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ സീസൺ അനുസരിച്ചിട്ട് നമ്മൾ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് മഴയാകുന്നേടം വരെ നമുക്ക് നമ്മുടെ പൂന്തോട്ടം നിറച്ച് പൂക്കളായിരിക്കും കേട്ടോ. പിന്നെ മഴ അങ്ങ് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാ ചെടികളും തന്നെ പൂക്കൾ കുറവായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന വിത്തുകളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് നമുക്ക് അടുത്ത മഴ മാറി കഴിയുമ്പോഴേക്കും പുതിയ കുറേ ഇങ്ങനെ പാകി മുളപ്പിച്ച് വിത്തുകളൊക്കെ ആയി വരും. ഉണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള നല്ല കളറുകളാണ് കേട്ടോ. ഒത്തിരി ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടിയിൽ നല്ലോണം നമുക്ക് പൂക്കൾ വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ഉള്ള ഭാഗത്ത് ഈ ഒരു ചെടിയെ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ NPK 19 ചാണകപ്പൊടി ഇതൊക്കെ നമുക്ക് ചോട്ടിലിട്ട് കൊടുക്കും. NPK സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കൾ തരും കേട്ടോ. പിന്നെ ഈ ഒരു ചെടിയിലുണ്ടല്ലോ നമ്മൾ വിത്തുകളുണ്ട്. അപ്പം വിത്തുകൾ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ വിത്ത് എങ്ങനെയാണ് ഉണ്ടാകുമെന്ന്. അപ്പോൾ അതും കൂടെ കാണാം. കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി നിൽക്കും കേട്ടോ നമ്മുടെ ഫ്ലോക്സ് ചെടിയിൽ വിത്തായി കഴിയുമ്പോൾ. കണ്ടോ ചെറിയ മല്ലി പോലെയുള്ള വിത്താണ് ഇത്. നമ്മൾ ഇതുപോലെ ഒരു പാകമാകുമ്പോൾ നമ്മൾ പറിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ജീരകം പോലത്തെ തരിയുണ്ട് കേട്ടോ. കാണിച്ചുതരാം വിത്ത് ഇതുപോലെ ഉണ്ടാകും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് വേണം നമ്മൾ പാകി മുളപ്പിക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത്. കറുത്ത ഒരു തരി പോലെ കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്ത്. അപ്പോൾ ഇനി നമ്മുടെ ഈ ചെടി എങ്ങനെയാണ് പാകുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്തുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ആ കാണിച്ച കളറുകളെല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള വിത്തുകളാണ്. അങ്ങനെ നമ്മുടെ വിത്തുകൾ പാകാനായിട്ടുണ്ടല്ലോ ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് ഇത് നമ്മുടെ ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് മണ്ണും കൂടെ നല്ലോണം മിക്സ് ചെയ്ത ഒരു പോട്ടി മിക്സറാണ് കേട്ടോ എടുത്തേക്കണത്. അത്യാവശ്യം നല്ല പൊടിഞ്ഞ ഒരു പോട്ടി മിക്സർ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ ഒരു പോട്ടി മിക്സറിലേക്ക് നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? ഇനി അത് കിട്ടാനുണ്ടെങ്കിൽ നല്ല മണലുണ്ടല്ലോ ഇതുപോലെ കുറച്ച് നല്ലോണം ചേർത്ത് കൊടുക്കുക. ഇനി മണലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചകിരിച്ചോറ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മണലൊക്കെ നല്ലോണം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നല്ലോണം അങ്ങോട്ട് വാർന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പം അതിനാണ് നല്ല മണ്ണിന് നല്ല ഇളക്കം കിട്ടും. പിന്നെ നമ്മൾ അത്യാവശ്യം ചെറിയ കുറച്ച് ചാണകപ്പൊടി ചേർന്ന ഒരു പോട്ടി മിക്സറിൽ വിത്ത് പാകുവാണെങ്കിൽ ആ വളർന്ന് വരുന്ന വിത്തുണ്ടല്ലോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചാണകപ്പൊടി ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്തുണ്ടല്ലോ ഇതുപോലെ നമുക്കൊരു കുറച്ച് വിത്ത് എടുക്കാം കേട്ടോ. കേട്ടോ ഇതുപോലെ കുറച്ച് വിത്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം.
ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിറച്ച് കുറേ വിത്തുകളുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ വിത്തുകളെ നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു പൊട്ടി മിക്സറിലേക്ക് അങ്ങ് നിറച്ചങ്ങ് പാകി കൊടുക്കുക, വെതറി കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് മണലോ ഒന്ന് മുകളിലിട്ടിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ മൂടി കൊടുത്ത് ചെറിയ രീതിയിൽ ഒന്ന് കൈകൊണ്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അധികം ആകരുത്, ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം നനച്ച് കൊടുക്കുക കേട്ടോ. ഒത്തിരി നനയ്ക്കുമല്ല, ആ വിത്ത് മുളച്ച് വരാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ വിത്തുകൾ മുളച്ച് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വിത്ത് പാകി മുളപ്പിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ പാകി വെച്ചേക്കണേ നമ്മുടെ വിത്താണ് കേട്ടോ, അതോടെ മാറിയിരിക്കട്ടെ. ഇത് ഞാൻ ഏകദേശം പാകിയിട്ട് എനിക്ക് തോന്നുന്നു 10-20 ദിവസമായിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്ത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വിത്ത് പാകിയിട്ട് ഇത് ഏകദേശം 1 മാസത്തോളം ആകാറായിട്ട് നമ്മുടെ വിത്തെല്ലാം നമ്മൾ പാകി വെച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെ അത്യാവശ്യം വിത്തുകൾ മുളച്ച് ഒരു ഹെൽത്തി ആകുമ്പോൾ വേണം കേട്ടോ നമ്മുടെ വിത്ത് നമുക്ക് പറിച്ച് ഇനി ഇത് ഒരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട്, അതായത് മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി, അങ്ങനെ ഒരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ ഇതുപോലെ നമുക്ക് ആ ഒരു പോട്ടി മിക്സറിലേക്ക് മാറ്റി നട്ടു കൊടുക്കണം കേട്ടോ. എന്നിട്ട് തണലത്ത് വെച്ചിട്ട് വളർത്തിയെടുക്കാം. പെട്ടെന്ന് പൂക്കൾ വിരിയും കേട്ടോ. അപ്പം അത്രയും നല്ല ഒരു ചെടിയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇതിനെ വളർത്താനും ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഒന്ന് മാറ്റി നട്ട് സെറ്റാക്കി കഴിയുമ്പോൾ നമ്മുടെ ഇന്ന് ഞാൻ കാണിച്ചില്ലേ ആ ചെടിയിലെ പൂക്കളൊക്കെ കുറയുമ്പോഴേക്കും ഇപ്പം ഞാൻ ഈ കാണിച്ച എല്ലാ ചെടികളും ഇതുപോലെ നമ്മൾ മാറ്റി നടുമ്പോഴേക്കും ഉണ്ടല്ലോ ഇഷ്ടം പോലെ പുതിയ പൂക്കളായിട്ട് വരും കേട്ടോ. ഇതിൽ കുറേ ചോടുണ്ട് കേട്ടോ. ഈ ഒരു നമ്മൾ ഗ്ലാസ്സിലും ഇങ്ങനെ വിത്തുകളൊക്കെ പാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെറും മണലിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വിത്ത് പാകിയേക്കണത്. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിതുപോലെ മാറ്റി നട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ നനച്ച് കൊടുക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇതുപോലെ വിത്തുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്പ്രേ ബോട്ടിൽ വേണം കേട്ടോ സ്പ്രേ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഈ വരുന്ന തൈകളുണ്ടല്ലോ അതുപോലെ അങ്ങോട്ട് ചെരിഞ്ഞ് വീണ് നാശമായി പോകും കേട്ടോ. അപ്പം അതുപോലെയൊക്കെ വേണം നമ്മൾ ശ്രദ്ധിച്ച് ആക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഫ്ലോക്സ് ചെടീൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ പ്ലാന്റ്സ് ഒക്കെ എല്ലാവരും നട്ടു കൊടുത്തിട്ട് എല്ലാവരുടെ പൂന്തോട്ടത്തിലുണ്ടല്ലോ നല്ല ഒത്തിരി ഭംഗിയിലുള്ള പൂക്കളൊക്കെ വിരിയട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതായത് വിത്തുകളൊക്കെ വേണ്ടവർ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മളോട് വിത്തുകൾ വാങ്ങുന്നവർക്ക് കൃത്യമായിട്ട് അതായത് ഏറ്റവും പുതിയ വിത്തായതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും മുളച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ വിത്തുകളൊക്കെ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് വാങ്ങി പാകി മുളപ്പിച്ച് നല്ല ചെടികളാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോ ഒക്കെ വീണ്ടും വരാം. ബൈ.